നിങ്ങളുടെ കയ്യിലുള്ള ഐഫോണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ കേട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തെ കംപ്ലൈൻറ്റ് ആയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ പൈസ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് സർവീസ് സെൻ്ററായിട്ട് നമ്മൾ ദുബായിലുണ്ട്, നാട്ടിലുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും വാറണ്ടി നാട്ടിലും കിട്ടുന്നതാണ്. നമ്മളെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ. അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ഫോൺ ആയാലും എന്തെങ്കിലും കാരണത്തിൽ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ വലിയ പൈസ കൊടുത്തിട്ട് നമുക്ക് വേറെ ഫോൺ എടുക്കാൻ പൈസ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതന്നെ ചെറിയ പൈസ കൊണ്ട് റെഡിയാക്കാം. ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത ഫോണാണെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ കോസ്റ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി കൊടുക്കലുണ്ട്. അത് ബില്ല് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ 1 വർഷമായാലും അല്ലെങ്കിൽ 1.5 വർഷമായാലും 2 വർഷമായാലും നിങ്ങൾക്ക് ഇത് അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള ഫോണും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി നമ്മളെ ഷോപ്പിൽ നിന്ന് എടുത്തതാണെന്നുണ്ടെങ്കിൽ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാൽ ആ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർവീസ് ചാർജ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി തരും. അതായത് അതിന് കോസ്റ്റ് മാത്രം എന്താണോ അത് നമ്മൾ സെറ്റാക്കി തരും. അത് നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നവർക്കും മാത്രം. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഇതേപോലെ വീഡിയോ കണ്ടിട്ട് നമ്മളെടുത്ത് ഓർഡർ ആക്കി ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ എടുത്ത് 15 Pro ഇവിടെ വന്നിട്ട് എടുത്ത് ഇന്നലെയൊക്കെ ഒരുപാട് തിരക്കായിരുന്നു. പിന്നെ പേഴ്സണൽ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് പറയാം. കാരണം ഒരു ട്രസ്റ്റിൻ്റെ പുറത്തൊന്നും പക്ഷേ നമ്മൾ എടുക്കാതെ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വാക്കിൻ്റെ പുറത്താണുള്ളത്. അത് 100% നമ്മൾ കീപ്പ് ചെയ്ത് വെക്കും. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ആക്റ്റീവ് സീരീസിൽ 30 Pro നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്, 14 Pro നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്, 15 Pro ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു 2024 വർഷത്തിൽ വിറ്റത് 13 Pro ആണ്. 30 Pro 512GB ഉണ്ട്, 256GB നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിങ്ങൾ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഓക്കെ ആവണം. അത് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ ആ പറഞ്ഞ പ്രൈസിലുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി പോലെ ആവില്ല ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ. ഇതിപ്പോൾ ഞാനിതാ 0 സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് വന്നു, എനിക്ക് വിശ്വാസമാണ്. ഡയറക്റ്റ് നിങ്ങൾ പോരെ, നീ കൊറിയർ അയച്ചിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തോ. 100% നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. നമ്മൾ അത്രയും കോൺഫിഡൻറ്റോടെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രേഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് 2250 dirhams 512GB ആണ് കൊടുക്കുന്നത്. 512GB ക്ലീൻ നീറ്റ് പീസ്, 85% ബാറ്ററി ഹെൽത്തുള്ള 13 Pro 512. അപ്പോൾ അതിന് 256GB വരുന്ന പ്രൈസ് ആണെങ്കിലോ നമുക്ക് 2050 dirhams നല്ല സാധനം കിട്ടും. 1800 dirhams 13 Pro ഈ ഒരു സാധനം കിട്ടും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജെന്യൂൻ ആപ്പിൾ പാർട്ട്, അതായത് ഏതെങ്കിലും പാർട്സ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, ജെന്യൂൻ ആപ്പിൾ പാർട്ടാവും. ആ പാർട്സ് ഹിസ്റ്ററിയിൽ എന്ന് പറയുമ്പം ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിതാ ഡിസ്പ്ലേ ആപ്പിൾ ജെന്യൂൻ പാർട്ട്, ക്യാമറ ആപ്പിൾ ജെന്യൂൻ പാർട്ട്, ഡിസ്പ്ലേക്ക് ഇതാ ഇതിൻ്റെ തന്നെ ഒറിജിനൽ സാധനം തന്നെയാണ്. അതായത് ആപ്പിളിൻ്റെ മെസ്സേജാണ് വരുന്നത്, അവരാണ് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധനം നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് എടുക്കാം. ഈ ഒരു പ്രൈസ് കുറവിലുള്ള സാധനങ്ങൾ ആ ഒരു റേഞ്ചിലുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തും പറയാനുള്ള അധികാരം അവകാശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് വേണമെങ്കിലും പറയാം. പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, ചോയ്സ് ചെയ്യാം. നിങ്ങളാണ് കസ്റ്റമർ. സോ നമുക്ക് പഠിച്ചോ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ അങ്ങനെയുള്ള രീതിയിൽ കസ്റ്റമർ ഉണ്ട്. 1800 13 Pro നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടോ. അത് ഞാൻ അങ്ങോട്ട് പറയണേ. 1800 നല്ല പ്രൈസ് റേഞ്ചാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ പ്രൈസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2050 dirhams നമ്മൾ 3 മാസം വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സാധനം തരികയാണ്. സോ അതേപോലെ തന്നെ നമുക്ക് ഒരു 6 മാസം വാറണ്ടിയോട് കൂടിയിട്ട് 30 Pro നോൺ ആക്റ്റീവ്. ഒരു ടൈമിൽ 30 Pro നോൺ ആക്റ്റീവ് സീരീസിൻ്റെ കാലം തന്നെയായിരുന്നു. ഇത് 512GB നമ്മളെ കയ്യിൽ 2 പീസ് വന്നിട്ടുള്ളൂ. ഇത് TRS സ്പെക്ക് ഉണ്ട്, ഇത് മിക്സഡാണ്. സ്പെക്ക് ഏതായി കഴിഞ്ഞാലും ഇതിൽ നോൺ ആക്റ്റീവ് സീരീസിൽ മിക്സഡാണ് വരിക. ജപ്പാൻ വരലുണ്ട്, USA വരലുണ്ട്, എല്ലാ കൺട്രീസിലും വരുന്നുണ്ട്, UK ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ 13 Pro നോൺ ആക്റ്റീവ് നമ്മളെ കയ്യിൽ 512 2600 dirhams നമ്മൾ കൊടുക്കാം. ബ്രാൻഡ് ന്യൂ പുതിയത് 6 മാസം വാറണ്ടിയോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ മലയാളികളാണ്. മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് വാറണ്ടി കിട്ടുന്നുള്ളതാണ്. അതായത് നാട്ടിൽ നമ്മൾ തിരൂര് നിങ്ങൾ ആ ഒരു ബില്ല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും അവിടെ കിട്ടും. അപ്പോൾ 512GB മറക്കേണ്ട നോൺ ആക്റ്റീവ് സീരീസ് 2 പീസ് കൂടുതലൊന്നുമില്ല. 2600 dirhams നിങ്ങൾക്ക് ഇപ്പോൾ 256GB നോൺ ആക്റ്റീവിൻ്റെ വിലക്കാണ് ഇത് കൊടുക്കുന്നത്. 2600 dirhams വെറും 512GB നിങ്ങൾക്ക് 30 Pro കിട്ടാൻ പോകുന്നത്. അതും സെയിം ലൈക്ക് ബ്രാൻഡ് ന്യൂ 100 ബാറ്ററി ഉണ്ടാവുന്ന നല്ല അടിപൊളി സാധനം. പിന്നെ ഉള്ളത് 40 Pro നോൺ ആക്റ്റീവ് 512GB HK ഡിവൈസ്. HK ഡിവൈസ് നമ്മൾ കൊടുക്കുന്നത് 3050 dirhams 512GB നമ്മൾ HK കൊടുക്കണം.
സാധനം നോക്കിക്കോളി. ഇതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലൊന്നും പറയണില്ല, നിങ്ങൾക്ക് പ്രൈസ് പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടുതരാം. കാരണം ഒരുപാട് നിങ്ങൾ നോൺ ആക്റ്റീവിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാ 15 Pro ജസ്റ്റ് ആക്റ്റീവ്. നോൺ ആക്റ്റീവ് ജസ്റ്റ് ആക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ ആക്റ്റീവ് സീരീസ് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് സ്റ്റോക്കായി, അതായത് ജസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്കായി. അങ്ങനെ ആക്റ്റീവ് ചെയ്ത സ്റ്റോക്കാണ് ഇത് നോൺ ആക്റ്റീവ് സീരീസ് ആക്റ്റീവ് ചെയ്തത്. ഇത് എന്തുകൊണ്ടാണ് ആക്റ്റീവ് ആക്കണത്? മേ ബി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇപ്പോൾ ഇതാക്കി. ഇതിൻ്റെ സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ 15 സീരീസ് മുതൽ നമുക്ക് സൈക്കിൾ കൗണ്ട് എത്ര ടൈം ചാർജ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം, എത്ര യൂസ് ചെയ്തിരിക്കണോ ഇതാക്കിക്കണോ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ആക്ടിവേറ്റ് ആക്കുന്ന ഡിവൈസാണ് ജസ്റ്റ് ആക്റ്റീവ് 15 Pro. 3150 റംസ്, 256 GB, നല്ല യൂസ് ചെയ്യാത്ത സാധനം. ജസ്റ്റ് ആക്റ്റീവ് നോൺ ആക്റ്റീവ് ചെറിയൊരു മാറ്റമുള്ളൂ, റേറ്റിലും കുറേ കണ്ട് മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോൺ ആക്റ്റീവ് ആണെങ്കിൽ 3300 ദിറംസ് ഇതിന് കൊടുക്കേണ്ടി വരും 15 Proൻ്റെ. ജസ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ 3150 ദിറംസേ ഇതിനുള്ളൂ. നിങ്ങൾ നോക്കിയോ, ഇതിനെ കൂടെ സ്ക്രീൻ കാർഡും കവറൊക്കെ തരും, 6 മാസം നമ്മൾ വാറണ്ടിയും തരും. അപ്പം അതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. 30 Pro Max 1 TB, അതായത് നമുക്ക് ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള സാധനമാണ്. നോക്കിക്കോ, അടിപൊളി സാധനം തന്നെ വന്നിട്ടുണ്ട്. കൊടുക്കുന്ന പ്രൈസ് 2700 ദിറംസ്. ജസ്റ്റ് ആക്റ്റീവ് ആണ്, യൂസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് ചെയ്ത ഡിവൈസ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. 2700 ദിറംസിന് 1 TB ആണ് കിട്ടാൻ പോകുന്നത്. അതിൽ തന്നെ 256 GB ഉണ്ട് യൂസ്ഡ്, 2450 ദിറംസ്. നിങ്ങൾ കറക്റ്റ് നിങ്ങൾ നോക്കിക്കോളി. ഇതിൻ്റെ നമ്മൾ പറഞ്ഞ സാധനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. നമ്മൾ ആർക്യൂവിൻ്റെ നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി മാത്രം എടുക്കണം, കുറച്ച് പ്രൈസ് റേഞ്ച് ആയി കഴിഞ്ഞാലും ആ ക്വാളിറ്റി ഉള്ള സാധനം എടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ആ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചോദിക്കുക, സ്ക്രാച്ച് കാര്യങ്ങൾ, ഡെൻറ്റ്, അത് ഇത് വാറണ്ടി കാര്യങ്ങൾ. ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ എവിടുന്ന് ഫോൺ എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അത് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ എവിടുന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാലും അവരെ സെയിൽസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഓരോ വാറണ്ടിക്ക് കൊണ്ടുപോകുമ്പോൾ മോശമായ മാറാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടി. പിന്നെ ഉള്ളത് 256 GB 30 Pro Max ഇത് വന്നിട്ടുണ്ട്. ഗ്രാഫൈറ്റ് കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, 256 ആണ്, ഞാൻ പറഞ്ഞ 2450 ദിറംസ്. പിന്നെ 14 Pro Max 90 above% ബാറ്ററി ഹെൽത്തുള്ള ഒരൊറ്റ പീസുള്ളൂ, 3100 ദിറംസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ക്ലീൻ നീറ്റ് പീസ് ഇതാ ഗോൾഡ് കളറിൽ 3100 ദിറംസിന് 95% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ഇതിൻ്റെ ഈ തീം വേറെ ലെവൽ തീമിനാണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ. 14 Pro Max 40 Pro സീരീസിലുള്ള ഈ ഒരു തീം വേറെ ലെവൽ ചെയ്യുന്നില്ല. ഇതാ മോഡൽ നമ്പറൊക്കെ M ആണ്. പിന്നെ ഈ എമ്മും എന്നും എഫൊക്കെ നോക്കുന്നവരൊക്കെ ഇപ്പം നല്ല ഫോണായാൽ മതി എന്നുള്ള ധാരണയിൽ എത്തിക്കണം. 95% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എം എന്ന് പറഞ്ഞാൽ ആപ്പിളിൽ ആദ്യം വന്ന മോഡൽ, എൻ എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ്, എഫ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ റീഫർബിഷ്ഡ് യൂണിറ്റ്. സോ അങ്ങനെ ഒരു യൂണിറ്റാണ് ഇത്, ആപ്പിൾ റീഫർബിഷ്ഡ് യൂണിറ്റ്, സർട്ടിഫൈഡ് റീഫർബിഷ്ഡ്, 1 year ആപ്പിൾ വാറണ്ടി, TRS സ്പെക്ക്, 12 Pro 1700 ദിറംസിന് നിങ്ങൾക്ക് കൊണ്ടുപോവാം. സാധനം നോക്കിക്കോളും, 1700 ദിറംസ് 12 Pro ഉള്ളൂ. ഇതിന് കൂടെ ഒറിജിനൽ കേബിൾ ഉണ്ടാവും. പിന്നെ ഇതിൽ കളേഴ്സ് ഗ്രാഫൈറ്റ് കളറാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റൂട്ടാ. ഇത് നല്ല സാധനം, ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിംഗ് ഉള്ള സാധനമാണ്, നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിരുന്നു. പിന്നെയുള്ള iPhone 13 256 GB 1600 ദിറംസ്, 85 above% ബാറ്ററി ഹെൽത്തുള്ള നല്ല ക്ലീൻ നീറ്റ് പീസ്, 1600 ദിറംസ്. സാധനം നോക്കിക്കോ, ഇതൊക്കെ ഇതാ ക്ലീൻ നീറ്റാണ്. പിന്നെ 12 128 അതേപോലെ തന്നെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോളി, ക്യാമറ ഇത് രണ്ടും ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ ഒരു സൈഡായിട്ടാണ്. 12 128 1150 ദിറംസിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാരണം ക്ലീൻ നീറ്റ് പീസ്, 85 above% ബാറ്ററി ഹെൽത്തുള്ള അടാറ് സാധനം, നമുക്ക് 0 സ്ക്രാച്ചിൽ. പിന്നെ iPhone 11 128 256 GB ഉണ്ട്, 1100 ദിറംസിന് iPhone 11 256 GB. ഇതൊക്കെ 85 above% ബാറ്ററി ഹെൽത്ത് ആണ്. കുറേ മുമ്പ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് നമുക്ക് ആ ഒരു റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നല്ല കണ്ടീഷനാണ്, ക്ലീൻ പീസാണ്, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടാറ് സാധനമാണ്. ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മളിത്തുള്ള സ്റ്റോക്ക്. പിന്നെ ചെറിയ വേരിയൻറ്റിലാണെങ്കിൽ iPhone XS വന്നിട്ടുണ്ട്. XS 256 GB കൊടുക്കുന്ന പ്രൈസ് 750 ദിറംസാണ്. 256 GB XS നാട്ടിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള മുത്തുമണികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ബ്രാഞ്ചിലേക്ക് കാണുന്ന സ്റ്റോക്കൊക്കെ നിങ്ങൾ ഓർഡർ അവിടെ കൊടുത്താൽ മതി, അവിടെ സാധനത്തും. കാരണം നാട്ടിൽ നമ്മളെ ബ്രാഞ്ച് ഉള്ളതാണ്. പിന്നെ 12 Pro 256 GB യൂസ്ഡ് ആണ്. യൂസ്ഡ് നിങ്ങൾ സാധനം നോക്കിക്കോളി, ഇതാ ക്ലീൻ നീറ്റ് പീസ്, 85 above% ബാറ്ററി ഹെൽത്ത്, 85 above% ബാറ്ററി ഹെൽത്തുള്ള സാധനത്തിന് 1550 ദിറംസ്. ഇത് യൂസ്ഡ് ആണ്, മറ്റേത് നോൺ ആക്റ്റീവ് ആണ്. ഇത് നോക്കിക്കോളി, മോഡൽ നമ്പർ ഒക്കെ ഇതാ M ആണ്, USA സ്പെക്കാണ്, കണ്ടില്ല. അപ്പോൾ ഇതിന് കൊടുക്കുന്ന പ്രൈസ് 1550 ദിറംസ്. നല്ല ക്ലീൻ നീറ്റ് പീസ് ഇട്ടാൽ ഇതിൻ്റെ റേറ്റ് കുറവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1450 ദിറംസിൻ്റെ സാധനമുണ്ട്, അതായത് ലിറ്റിൽ മൈന്യൂട്ട് സ്ക്രാച്ചൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് പ്രൈസ് വരുന്നത്, ഈ ഒരു റേഞ്ച് വരുന്നത് 1550 ദിറംസിന് നിങ്ങൾക്ക്
സാധനം കൊണ്ടുപോകാം. അതേപോലെ തന്നെ 16 Pro Max 256 GB ഉണ്ട്, 512 GB ഉണ്ട്. സാധനം അതാ നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ TRS സ്പെക്ക് മണലിൻ്റെ കളറ്. മക്കളെ പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. 256 GB 16 Pro Max TRS സ്പെക്ക് ഈ ഒരു ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞ കളറിന് 5270 ദിറംസ് 256നും 6200 ദിറംസിന് 512 GB നിങ്ങൾക്ക് കൊണ്ടാവും. അപ്പോൾ ഇറങ്ങിയ സമയത്തുള്ള വില ഇപ്പോൾ ഒരു മാസം ആവണുള്ളൂ. അപ്പോൾ ഇതിന് പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. TRS സ്പെക്കാണ്. ഇതിൽ സ്പെക്ക് മാറുന്നതനുസരിച്ച് ജപ്പാന്, അതേപോലെ KSA സൗദി, അതേപോലെ USA, അങ്ങനെ കൺട്രി മാറുന്നതനുസരിച്ചിട്ട് പ്രൈസിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇത് TDR ദുബായിൻ്റെ സ്പെക്കാണ്. ഇൻ്റർനാഷണൽ വാറണ്ടി ദുബായിലും കിട്ടും, എല്ലായിടത്തും കിട്ടും. നമ്മളൊരു പുതിയ ബ്രാൻഡ് ന്യൂ ഫോൺ എടുക്കുകയാണെങ്കിൽ TRS സ്പെക്ക് നോക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ബ്രാൻഡ് ന്യൂ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വാറണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താ പറയുക ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ബ്രാൻഡ് ന്യൂ ഫോണിൻ്റെ കാര്യത്തിൽ പിന്നെ 16 Pro അതേപോലെ 16 എല്ലാം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ റെഡിയിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്തതും പ്രൈസ് പറയാത്തതും. അത് ഡെയിലി പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രൈസ് റിവീൽ ചെയ്യാത്തത്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സർവീസ് ഞാൻ വീണ്ടും പറയുന്നത് ഇവിടെ ഉണ്ട്. എന്ത് തരത്തിലുള്ള സർവീസ് ആയി കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ചെയ്തുതരാം. നിങ്ങൾ പുറത്ത് അന്വേഷിച്ചിട്ട് നിങ്ങളിവിടെ തന്നാൽ മതി. എന്നിട്ട് റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോക്ക് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഷോപ്പ് ബർദുബായ് അൽറഫ സ്ട്രീറ്റിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ലൊക്കേഷൻ മറക്കണ്ട, ബർദുബായിൽ അൽറഫ സ്ട്രീറ്റ്, അൽഗുബൈബ മെട്രോക്ക് അടുത്തും ബസ് സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്താണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും